ഹലോ മക്കളെ, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് പോവും. ഒരു സെക്ഷൻ പറയുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പമുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ പറയും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പാഠം ഒന്ന് റിവിഷൻ ചെയ്ത പോലെ അല്ലെങ്കിൽ ഒന്നും കൂടെ പഠിച്ച പോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഫീല് വരും, എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യുക. അതിന് വരുന്ന എക്സ്ട്രാ പോയിന്റുകൾ ഉണ്ടല്ലോ, അതിന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ഈസ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ പേരെന്താണെന്നുള്ള, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ നമ്മൾ പറയുന്ന പേരാണ് CaSO4 എന്ന് പറഞ്ഞാൽ അത് ഡെഡ് ബേൺഡ് പ്ലാസ്റ്ററായി, അഥവാ അൺഹൈഡ്രസ് CaSO4. വെള്ളമില്ലാത്തതിൽ ഇതില്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത കാൽഷ്യം സൾഫേറ്റിന് പറഞ്ഞ പേരാണ് CaSO4 എന്ന് പറയുന്നത്. കാൽഷ്യം സൾഫേറ്റ് ഇത് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ്. സോ കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടായ കാൽഷ്യം സൾഫേറ്റ് പറഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വരുന്നൊരു കാര്യമാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് CaSO4, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇല്ലാത്ത CaSO4നെയാണ് നമ്മൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയാം. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കാൽഷ്യം സൾഫേറ്റ്. സോ അതിൻ്റെ ഇതിലേക്ക് പോവാം. ആ ഒരു കേസിലേക്ക് പറയാം. ഞാൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കാൽഷ്യം സൾഫേറ്റിൻ്റെ ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. സോ ആ ഡിസ്കഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനൊപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് പറയാം. കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ നമ്മൾ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയാം. അഥവാ കാൽഷ്യം സൾഫേറ്റിൽ വെള്ളമുള്ളതിന് കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയും. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കിയാൽ അൺഹൈഡ്രസ് ആയിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഡ് ബേൺഡ് പ്ലാസ്റ്ററാണ്. സോ കാൽഷ്യം സൾഫേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. കാൽഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതിന് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaSO4 H2O എന്ന് പറയുന്നതാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കൽ എങ്ങനെയാണ്? ജിപ്സം എടുത്തിട്ട്, ജിപ്സത്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് CaSO4 2H2O. ഇത് എക്സാമിന് ചോദിക്കാം. ഇതേപോലെ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ചോദിച്ച പോലെ തന്നെ ജിപ്സത്തിൻ്റെ കെമിക്കൽ ഫോർമുല ചോദിക്കാം. എന്നിട്ട് ഓപ്ഷൻ ഇവിടെ എക്സാമിന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് വരിക. ഇത് ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇവിടെ CaSO4 എന്നുണ്ടാവും, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാവും CaSO4 2H2O എന്നുണ്ടാവും. സോ അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ജിപ്സത്തിൻ്റെ അതേപോലെ ചോദിക്കാം, നെയിമുകൾ തന്നിട്ട് ജിപ്സത്തിൻ്റെ അതേപോലെ തിരഞ്ഞെടുക്കാൻ ചോദിക്കാം. കാൽഷ്യം സൾഫേറ്റിൻ്റെ അതേപോലെ ചോദിക്കാം. അവിടെ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. മാച്ച് ദ ഫോളോയിങ് പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതേപോലത്തെ ക്വസ്റ്റ്യൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് തന്നിട്ട് നെയിം ചോദിക്കും, അത് നമ്മൾ തിരഞ്ഞെടുക്കണം. സോ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റ് കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് അഥവാ CaSO4 H2O അല്ലെങ്കിൽ പറയുന്നതാണ് CaSO4 H2O. CaSO4 H2O എന്നോ CaSO4 H2O എന്നോ രണ്ട് പറഞ്ഞാലും എന്താണ്, അത് കാൽഷ്യം സൾഫേറ്റിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു കാൽഷ്യം സൾഫേറ്റ് പറഞ്ഞ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. ജിപ്സത്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക. അതിനെ 393 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് അഥവാ കാൽഷ്യം സൾഫേറ്റ് കിട്ടും. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് അതിലുള്ള കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് മുഴുവനും പോയി കഴിഞ്ഞാൽ ആ കിട്ടുന്നതിനാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയാം. സോ ജിപ്സത്തിന് നമ്മൾ 393 കെൽവിനിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. ആ കിട്ടിയതിന് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ അതിൽ മുഴുവൻ കണ്ടൻറ്റും പോകും. എന്നിട്ട് അത് CaSO4 മാത്രമായി മാറും. അതെന്താണ്? അതിന് പറഞ്ഞ പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കെമിക്കൽ നെയിം പഠിക്കണം. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. ജിപ്സത്തിൽ നിന്നാണെന്നും 393 കെൽവിനിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, ഈ ഒരു കാൽഷ്യം സൾഫേറ്റ് കിട്ടുക എന്നും, ആ കാൽഷ്യം സൾഫേറ്റ് നമ്മൾ പിന്നെയും 393 കെൽവിൻ എബോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ വാട്ടർ കണ്ടന്റ് മുഴുവനായിട്ട് പോവുകയും അത് ഡെഡ് ബേൺഡ് പ്ലാസ്റ്ററായി മാറുകയും ചെയ്യും എന്ന് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രോപ്പർട്ടി, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, യൂസസ് എന്താണെന്നുള്ളത് പഠിക്കണം. ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിനുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് അത് വെള്ളത്തിനിട്ട് വേഗം സെറ്റാവും. സോ അതിനുള്ളൊരു റിമാർക്കബിൾ പ്രോപ്പർട്ടിയാണ് സെറ്റിംഗ് വിത്ത് വാട്ടർ. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളത്തിട്ട് പെട്ടെന്ന് സെറ്റാവും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും, സോളിഡായിട്ട് മാറും. ഇത് നമ്മൾ വീടിൻ്റെ പല വർക്കുകൾക്കും കാര്യങ്ങൾക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മൾ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വെള്ളം അല്ലെങ്കിൽ അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വെള്ളം അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. 5 മിനിറ്റോ 15 മിനിറ്റ് കൊണ്ടോ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്ത് ചെയ്യും, വെള്ളത്തിനോട് ചേർന്ന് നന്നായിട്ട് കട്ട പിടിക്കും, റിജിഡായിട്ട് മാറും, സ്ട്രോങ് റിജിഡായിട്ട് മാറും. അതിൻ്റെ യൂസസ് ആണ് പറയാനുള്ളത്. പിന്നെ ദി ലാർജസ്റ്റ് യൂസസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഇൻ
ദി ബിൽഡിംഗ് ഇൻഡസ്ട്രി ആസ് വെൽ ആസ് പ്ലാസ്റ്റേഴ്സ്. അതായത് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രിക്കുകളിൽ ചെയ്യാനും അല്ലെങ്കിൽ ഹോളുകൾ അടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ, അത് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സെറ്റായിട്ട് റിജിഡ് ആവുന്നത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇമ്മൊബിലൈസിങ് ദി അഫക്റ്റഡ് പാർട്ട് ഓഫ് ഓർഗൻ വെർ ദർ ഈസ് എൻ ബോൺ ഫ്രാക്ചർ ഓർ സ്പ്രെയിൻ. അതായത് നമ്മളിപ്പോൾ കൈ മുറിഞ്ഞാലോ അല്ലെങ്കിൽ ബോൺ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൈ പൊട്ടുകയാണെങ്കിൽ അത് പ്ലാസ്റ്റർ ഇടുക എന്ന് പറഞ്ഞിട്ടില്ലേ, അത് നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ അത് കയ്യിൽ മൊത്തം പ്ലാസ്റ്റർ ഇടും. സോ ഈ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ സാധനം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ അതിൽ ക്ലോത്ത് കയ്യിൽ ചുറ്റിയതിന് ശേഷം അതിന് ചുറ്റുഭാഗത്ത് എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് റിജിഡായിട്ട് അഥവാ കൈ അനക്കാൻ പറ്റാത്ത രീതിയിൽ അത് അങ്ങനെ ഇടും. സോ ആ സാധനം എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസാണ്. അപ്പോൾ അതിൻ്റെ യൂസസ് നമ്മൾ പഠിക്കുക, ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കൈയൊക്കെ ബോൺ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇമ്മൊബിലൈസ് അഥവാ അനക്കാത്ത രീതിയിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കും. അതിൻ്റെ റിമാർക്കബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണത്, അത് വെള്ളത്തിനേറ്റ് കൂടിച്ചേർന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും, സെറ്റാവും. പ്ലാസ്റ്റിക് മാസമായി മാറുക, റിജിഡ് ബോഡി ആയി മാറും വളരെ പെട്ടെന്ന്. അഥവാ 5 മിനിറ്റോ 15 മിനിറ്റോ സമയം കൂടെ അത് എന്ത് ചെയ്യും, പെട്ടെന്ന് സെറ്റായിട്ട് റിജിഡ് ബോഡിയാവും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് ഈ ഒരു കാൽഷ്യം സൾഫേറ്റിനെ കുറിച്ചിട്ട്. അതിൻ്റെ പ്രിപ്പറേഷന്, എന്താണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള കെമിക്കൽ നെയിമുകൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു കാര്യമാണ് വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് എ സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നമുക്ക് സിമെൻറ്റ് അറിയാം. ഈ സിമെൻറ്റിനെ നമ്മൾക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്താൽ അത് ഹാർഡായി മാറും. വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ, വെള്ളത്തിനോട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദി സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ഈസ് ടേക്സ് പ്ലേസ് ഗിവൻ ഹാർഡ് മാസ്. അത് ആ സിമെൻറ്റ് എന്ത് ചെയ്യും, ഹാർഡ് മാസായിട്ട് മാറും. ആ പരിപാടിക്കാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്താണ് സിമെൻറ്റ്, അതെങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. സിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ലൈം വിത്ത് ക്ലേ. അതായത് കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ ലൈം എന്ന് പറയാം. ഈ ലൈമിനെ ക്ലേയിൽ മിക്സ് ചെയ്താൽ കിട്ടുന്നതിനാണ് സിമെൻറ്റ്. അങ്ങനെയാണ് സിമെൻറ്റ് നമുക്ക് കിട്ടുക. അതായത് നമ്മൾ ഈ കാൽഷ്യം ഓക്സൈഡും ഈ ക്ലേയും തമ്മിൽ മിക്സ് ചെയ്താൽ സിമെൻറ്റ് കിട്ടുക. ക്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലേയിൽ സിലിക്ക ഉണ്ടാവും, SiO2 ഉണ്ടാവും, ഓക്സൈഡ്സ് ഓഫ് അലുമിനിയം, അയേൺ, മഗ്നീഷ്യം ഒക്കെ ഉണ്ടാവും. ഈ ഓക്സൈഡ്സ് ഓഫ് അലുമിനിയം, അയേണും മഗ്നീഷ്യം ഒക്കെ ഉള്ള ഈ ഒരു കണ്ടന്റിന് പറഞ്ഞ പേരാണ് ക്ലേ. ഈ ക്ലേയും കാൽഷ്യം ഓക്സൈഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിന് പറഞ്ഞ പേരാണ് സിമെൻറ്റ്. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ് അതാണ്. ഇത് റോ മെറ്റീരിയൽ ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. അഥവാ സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ലൈം സ്റ്റോൺസ് ആണ്. ക്ലേയും ലൈം സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, സിമെൻറ്റ് ഉണ്ടാക്കുക. ഈ സിമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് സിമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയുന്നത്. വെൻ ക്ലേ ആൻഡ് ലൈംസ് ആർ സ്ട്രോങ്ലി ഹീറ്റഡ് ടുഗദർ ദ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഫോം സിമെൻറ്റ്. അതായത് നമ്മൾ ക്ലേയും ഈ പറഞ്ഞിട്ടുള്ള ക്ലേയും അതേപോലെ കാൽഷ്യം ഓക്സൈഡും അഥവാ ലൈമും, കാൽഷ്യം ഓക്സൈഡ് ലൈമിന് പറഞ്ഞ പേര് കാൽഷ്യം ഓക്സൈഡ് എന്നാണ്. സോ ഈ ക്ലേയും ലൈമും തമ്മിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, സിമെൻറ്റ് കിട്ടും. ആ കിട്ടണ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിന് പറഞ്ഞ പേരാണ് സിമെൻറ്റ് ക്ലിങ്കർ. സോ നമുക്ക് ഫസ്റ്റ് കിട്ടുക സിമെൻറ്റ് ക്ലിങ്കറാണ്. അഥവാ സിമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ നമ്മൾ ക്ലേയും ഈ ലൈമും കൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റ് ക്ലിങ്കറാണ് കിട്ടുക. ഈ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് 2 to 3% ജിപ്സം ആഡ് ചെയ്യും. നമ്മൾ 2 to 3% ജിപ്സം ആഡ് ചെയ്താലാണ് നമ്മൾക്ക് സിമെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കിട്ടുക. സോ സിമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കാം. ക്ലേയും കാൽഷ്യം ഓക്സൈഡും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് സിമെൻറ്റ് കിട്ടും, സിമെൻറ്റ് ക്ലിങ്കർ കിട്ടും. ഈ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് 2 to 3% ജിപ്സം നമ്മൾ ആഡ് ചെയ്യാം. 2 to 3% ജിപ്സം അഥവാ നമുക്ക് സിമെൻറ്റ് കിട്ടിയതിൻ്റെ ആ വെയ്റ്റിൻ്റെ 2 to 3% എടുത്തിട്ട് ആ ഒരളവ് ജിപ്സം നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, സിമെൻറ്റ് കിട്ടും. സോ സിമെൻറ്റ് എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പറയും. സോ പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കണം. ക്ലേയും കാൽഷ്യം ഓക്സൈഡ് ആഡ് ചെയ്യുക, അപ്പോൾ സിമെൻറ്റ് ക്ലിങ്കർ കിട്ടും. ആ സിമെൻറ്റ് ക്ലിങ്കറിലേക്ക് 2 to 3% ജിപ്സം ആഡ് ചെയ്യുക, അപ്പോൾ സിമെൻറ്റ് കിട്ടും. ഈ 2 to 3% എന്ന് പറഞ്ഞാൽ എന്താണ്, സിമെൻറ്റ് ക്ലിങ്കർ കിട്ടിയാൽ ആ സിമെൻറ്റ് ക്ലിങ്കറിൻ്റെ വെയിറ്റ് എടുക്കുക, ആ വെയിറ്റിൻ്റെ 2 to 3% എടുക്കുക. അത്രയും ആ വെയിറ്റ്, ആ 2 to 3%ൻ്റെ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ നമ്മൾ ജിപ്സം എടുക്കുക, അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സിമെൻറ്റ് കിട്ടി. സോ ഇതാണ് സിമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ. ഇനി നമ്മൾ ഇപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് ജിപ്സം അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസണാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഈ പോയിന്റ്. ദി പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം.
ജിപ്സം ആഡ് ചെയ്യുന്നത് ഈസ് ടു സ്ലോ ഡൗൺ ദി പ്രോസസ് ഓഫ് സെറ്റിംഗ്. അതായത് സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ് സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, സിമെൻറ്റ് സെറ്റ് ആവുന്നത് പയ്യെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യണത്, ഈ ജിപ്സം ആഡ് ചെയ്യണത്. ജിപ്സം ആഡ് ചെയ്തില്ലെങ്കിൽ സിമെൻറ്റ് ക്ലിങ്കർ എന്ത് ചെയ്യും, വേഗം സെറ്റായി പോകും. അപ്പോൾ നമുക്ക് ആ സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടില്ല. സോ സിമെൻറ്റ് ക്ലിങ്കർക്ക് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത് ആ ഒരു സെറ്റ് ആവുന്ന പ്രോസസ്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട്, സ്ലോ ഡൗൺ ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദി സിമെൻറ്റ്. ആ സിമെൻറ്റ് സെറ്റ് ആവണത് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിലേക്ക് ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ജിപ്സം ആഡ് ചെയ്യുന്നതിൻ്റെ ഈ കാര്യമാണ് ഈ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കേസ്. അപ്പോൾ നമുക്കിത് സഫീഷ്യൻ്റ്ലി ഹാർഡായിട്ട് വരും, നമുക്ക് ആവശ്യമായ സഫീഷ്യൻ്റ്ലി ഹാർഡൻഡ് ആയി മാറും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക, എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യണം എന്നുള്ളത്, ആ ഒരു പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് ആ സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്. ഈ രണ്ടിൽ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് പറയാം. ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്, കുറേ സമയമെടുത്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ജിപ്സം നമ്മൾ ആഡ് ചെയ്യണത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുക. ഇതിൻ്റെ ഒപ്പം ആ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. എന്താണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്? സോ അതിനൊപ്പം പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ്, അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതും. വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് ദി സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് ടേക്സ് പ്ലേസ് ഗിവ് എ ഹാർഡ് മാസ്. സിമെൻറ്റിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ഹാർഡായി മാറും. ആ ഒരു പ്രോസസ്സിനെയാണ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, ഡ്യൂറിങ് ദിസ് പ്രോസസ് ദി ഹൈഡ്രേഷൻ ഓഫ് ദി സിലിക്കേറ്റ്സ് ആൻഡ് അലുമിനേറ്റ്സ്, അഥവാ സിലിക്കേറ്റ്സിൻ്റെയും അലുമിനേറ്റ്സിൻ്റെയും ഹൈഡ്രേഷൻ നടന്നിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ സിമെൻറ്റ് ഹാർഡായി മാറുന്നത്. ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ്, ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്തിട്ട് അവിടെ ഹൈഡ്രേഷൻ ഓഫ് സിലിക്കേറ്റും ഹൈഡ്രേഷൻ ഓഫ് അലുമിനേറ്റും നടക്കും. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ആഡ് ചെയ്യുന്നതിന് ഹൈഡ്രേഷൻ എന്ന് പറയാം. സോ ഈ സിലിക്കേറ്റിലേക്ക് ഹൈഡ്രേഷൻ വെള്ളം വരും, അലുമിനേറ്റിൻ്റെ ഹൈഡ്രേഷൻ നടക്കും. എന്നിട്ട് അവിടെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്യും. സോ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ് ചെയ്തിട്ട് ഈ ഹൈഡ്രേഷൻ നടക്കുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഈ ഒരു സിമെൻറ്റ് സെറ്റ് ആവുന്നത് അല്ലെങ്കിൽ സിമെൻറ്റ് ഹാർഡായി മാറുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സിമെൻറ്റിൻ്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സെക്ഷനിൽ ചോദിക്കണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് ജിപ്സം ഡ്യൂറിങ് സിമെൻറ്റ് മാനുഫാക്ചർ. സിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദി പ്രോസസ് ഓഫ് ആഡിങ് ജിപ്സം ഈസ് ടു സ്ലോ ഡൗൺ ദി പ്രോസസ് സെറ്റിംഗ് ഓഫ് ദി സിമെൻറ്റ്. ഇത് ആഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു സ്ലോ ഡൗൺ ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റ് സെറ്റ് ആകുമ്പോൾ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ജിപ്സം ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ് സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്, സിമെൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം അഥവാ സെറ്റ് ആവുന്ന സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്. ആ പോയിന്റ് പറയാം. അല്ലെങ്കിൽ ഇത് സ്ലോ ഡൗൺ ചെയ്യാനോ എന്ന് പറയാം. ഇതിപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ സമയം എടുത്ത് നടക്കുക എന്നല്ലേ, അതുകൊണ്ട് സമയം കൂട്ടുക, അഥവാ സെറ്റ് ആവുന്ന സമയം കൂട്ടുക, രണ്ട് പറഞ്ഞാലും സെയിം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽ ഇൻ അമോണിയ ആർ ഡാഷ് മാഗ്നറ്റിക് ഇൻ നേച്ചർ. നമ്മൾക്ക് ആൽക്കലി മെറ്റലും ആൽക്കലി എർത്ത് മെറ്റലും അറിയാം. നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ നമുക്കുള്ളതാണ് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ഈ കോമ്പൗണ്ടുകളൊക്കെ എന്ന് പറയുന്നത് ആൽക്കലി മെറ്റലുകളാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ആൾക്കാരാണ് ആൽക്കലി എർത്ത് മെറ്റലുകൾ. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റാഡിയം. ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, ഇത് ആൽക്കലി മെറ്റലുകളാണ്. ഈ ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഗ്രൂപ്പും ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗ്രൂപ്പും തമ്മിൽ കൂടി ചേർന്നിട്ടാണ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ടാവുന്നത്. സോ അതിലുള്ള ഈ ആൽക്കലി മെറ്റലുകൾ അമോണിയനായിട്ട് കൂടി ചേർന്നിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഉണ്ടാകുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ, അത് പാരാമാഗ്നറ്റിക് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ തന്നെ കാര്യം കേൾക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഡയലൂട്ട് സൊല്യൂഷൻ ഓഫ് ആൽക്കലി മെറ്റൽ ഇൻ അമോണിയ, അഥവാ ആൽക്കലി മെറ്റലിൻ്റെ ഡയലൂട്ട് സൊല്യൂഷൻ അമോണിയയിൽ ഏത് പ്രോപ്പർട്ടി കാണിക്കും, പാരാമാഗ്നറ്റിസം കാണിക്കും. സോ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ അമോണിയ ആൽക്കലി മെറ്റൽസിനായിട്ടുള്ള റിയാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്യും, ബ്ലൂ കളർ സൊല്യൂഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് കേട്ട് പഠിക്കണം. സോ ആ സെക്ഷൻ കേൾക്കാത്ത ആൾക്കാർ ആ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സഗ്ഗസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എമംഗ് ആൽക്കലി മെറ്റൽസ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ആൽക്കലി മെറ്റൽസ് പറഞ്ഞു, ലിഥിയം ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് റെഡ്യൂസിങ് ഏജൻറ്റ്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ലിഥിയാണ്. ലിഥിയം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരാളാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ലിഥിയം ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. രണ്ടാമത് ഇത് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ ക്യുക്ലെയിം ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ. അതായത് ഈ ക്യുക്ലെയിം നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. ആരൊപ്പം? വാട്ടറിനൊപ്പം ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. വാട്ടറിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് എന്താ കിട്ടുക? നമ്മൾ ലൈം അല്ലെങ്കിൽ ലൈം എന്ന് പറഞ്ഞ് ക്യുക്ക് എന്ന് പറഞ്ഞു. ഈ ക്യുക്ക് ലൈമിന് പറഞ്ഞ പേരെന്താ, അല്ലെങ്കിൽ ലൈമിന് പറഞ്ഞ പേരെന്താണ്? കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ ലൈം അല്ലെങ്കിൽ ക്യുക്ക് ലൈം എന്ന് പറയാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2O ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. അതിന് നമ്മൾ പറയും സ്ലേക്കഡ് ലൈം എന്ന് പറയും. രണ്ട് ലൈമുകളാണ് പഠിക്കുന്നത്, ക്യുക്ക് ലൈമും ഒന്ന് സ്ലേക്കഡ് ലൈം. കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ ക്യുക്ക് ലൈം എന്ന് പറയാം, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് സ്ലേക്കഡ് ലൈം എന്ന് പറയാം. സോ ഈ കാൽഷ്യം ഓക്സൈഡിലേക്ക് നമ്മൾ H2O ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് കിട്ടുക. സോ ഇതിൻ്റെ ഒപ്പമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം എന്ന് പറഞ്ഞിട്ട് 4 കോമ്പൗണ്ടാണ് പഠിക്കാനുള്ളത്. ഒരു കോമ്പൗണ്ട് നമ്മൾ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തു, അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തു. ബാക്കി 3 വളരെ പെട്ടെന്നൊന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടും ഒരു റിയാക്ഷൻ 2 ഇക്വേഷൻസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ പറയും ക്യുക്ക് ലൈം എന്ന് പറയും. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ലേക്ക്ഡ് ലൈം. പിന്നെ മൂന്നാമത് പഠിക്കുന്ന പേരാണ് കാൽഷ്യം കാർബണേറ്റ് CaCO3. അതിന് കാൽഷ്യം കാർബണേറ്റ് തന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത്. സോ ഇത്രയും നെയിമുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഇവരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ആഡ് ചെയ്യാനുള്ള കേസാണ് ചോദിച്ചത്. ഈ ക്യുക്ക് ലൈമിക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഡ് ചെയ്യണമെങ്കിലോ നമുക്ക് എന്താണ് കിട്ടുക? ആ കാര്യം നമുക്ക് പഠിക്കേണ്ടത്. സോ അതിൻ്റെ ഒപ്പം ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പറയാൻ പോവാണ്. കാൽഷ്യം ഓക്സൈഡിലേക്ക് നമ്മൾ H2O വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്ക്ഡ് ലൈം കിട്ടുമെന്ന് പഠിക്കണം. അടുത്ത് പഠിക്കേണ്ടത് കാൽഷ്യം ഓക്സൈഡിലേക്ക് നമ്മൾ CO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് കിട്ടുമെന്നുള്ളത് പഠിക്കണം. അടുത്തത് നമ്മൾ ഈ കാൽഷ്യം കാർബണേറ്റിലേക്ക് CO3നെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1200 കെൽവിനിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കാൽഷ്യം ഓക്സൈഡ് കിട്ടുമെന്ന് പഠിക്കണം. നമ്മൾ എടുക്കുമ്പോൾ 2 CO3 ഇവിടെ എടുക്കണം. സോ ഇത്രയും റിയാക്ഷൻസ് പഠിക്കുക. കാൽഷ്യം ഓക്സൈഡിലേക്ക് ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുമെന്ന് ഫസ്റ്റ് പഠിക്കണം. രണ്ടാമത് കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം പകരം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് കിട്ടുക. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്താലോ അവിടെ കാൽഷ്യം ഓക്സൈഡ് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ഷൻ ഉണ്ടാവണം. ഇത് നമുക്ക് ഇവിടെ പറയുമ്പോൾ തന്നെ ഈ പറഞ്ഞത് എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്രിപ്പറേഷനാണ്, ഇത് കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷനാണ്, ഇത് കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ മതി, അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് കിട്ടും. കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചാലോ അപ്പോൾ നമുക്ക് പറയാം കാൽഷ്യം ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്താൽ മതി. നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷനാണ് ചോദിക്കണമെങ്കിലോ അത് കാൽഷ്യം ഓക്സൈഡ് H2O ആഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇവിടെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഫ്ലോ ചാർട്ടും ഇവിടെ പഠിച്ചു വെക്കുക. നമ്മളിപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ H2O വെള്ളം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ CO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം കാർബണേറ്റ് കിട്ടും. ഈ കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്യുക? 1200 ഡിഗ്രിയിൽ, അഥവാ 1200 ഡിഗ്രി അല്ല 1200 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കിട്ടും. ഇവിടെ ഓക്സൈഡ് 2 കാൽഷ്യം കാർബണേറ്റ് കൊടുക്കണം എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലാക്കുക. ഇവിടുന്ന് കുറേ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. എല്ലാ പ്രിപ്പറേഷനും ഇവിടുന്ന് നമുക്ക് കിട്ടുകയാണ്. അവിടുന്ന് നമുക്ക് ചോദിക്കാവുന്ന പലതരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഈ ക്യുക്ക് ലൈം മാറിയിട്ട് സ്ലേക്കഡ് ലൈം ചോദിക്കാം. ആ സ്ലേക്കഡ് ലൈമിൽ നിന്ന് എങ്ങനെയാണ് നമ്മളോട് ചോദിക്കാം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ അറിയണം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടണം. ഒരു റിവിഷൻ പോലെ തന്നെ ഇതാവണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ, അഥവാ ഈ സോഡിയം കാർബണേറ്റ്
എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുക? സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Na2CO3ക്കാണ് നമ്മൾ സോഡിയം കാർബണേറ്റ് എന്ന് പറയാം. സോഡിയത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ സോഡിയം കാർബണേറ്റ് പഠിച്ചിട്ടുണ്ടായി. സോഡിയം എന്ന് പറഞ്ഞാൽ ലിഥിയം കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കിടക്കുന്ന കോമ്പൗണ്ടാണ് സോഡിയം. ഈ സോഡിയത്തിന് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ് സോഡിയം കാർബണേറ്റ്. അവൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സോൾവേ പ്രോസസ്സ്. സോൾവേ പ്രോസസ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുക. അപ്പോൾ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സോൾവേ പ്രോസസ്സ്. ഈ സോൾവേ പ്രോസസ്സ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ സോൾവേ പ്രോസസ്സ് 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുകയും വേണം, അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുകയും വേണം. സോ ഫസ്റ്റ് സോൾവേ പ്രോസസ്സ് എന്താണെന്നുള്ളത് പറയാം. സോൾവേ പ്രോസസ്സ് ഈസ് യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, Na2CO3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോൾവേ പ്രോസസ്സ് യൂസ് ചെയ്യുക. സോ Na2CO3 ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് സോൾവേ പ്രോസസ്സ്. ഇൻ ദിസ് പ്രോസസ്, ഈ പ്രോസസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. ഈ NaCl എന്ന് പറയുക കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? NaCl സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യും. വിത്ത് സാച്ചുറേറ്റഡ് അമോണിയൻ്റെ ഒപ്പം എന്ത് ചെയ്യും? പാസ് ചെയ്ത് വിടും. കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടും? ഫസ്റ്റ് അമോണിയത്തിൻ്റെ കാർബണേറ്റ് കിട്ടും, NaH4 അഥവാ നമുക്ക് എന്ത് കിട്ടും? NaH4 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. NaH4 എന്നാണ് ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ആദ്യം ഫസ്റ്റ് പ്രൊഡക്റ്റ് അത് കിട്ടും. ശേഷം കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബൈകാർബണേറ്റ് ആയി മാറും. ആദ്യം അമോണിയത്തിൻ്റെ കാർബണേറ്റ് കിട്ടും, ശേഷം അതിൻ്റെ ബൈകാർബണേറ്റ് ആയി മാറും, അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റ് ആറും. അതിനുശേഷം ഫൈനലി ഇത് റിയാക്ട് വിത്ത് NaCl റിയാക്ട് ചെയ്തിട്ട് കാർബണേറ്റ് ആയി മാറും, സോഡിയം കാർബണേറ്റ് ആയി മാറും. സോ ശ്രദ്ധിക്കുക, ഇവിടെ NaHCO3 കിട്ടണ പ്രോസസ്സ് നോക്കണം. ഇവിടുന്ന് നമുക്ക് കിട്ടിയ സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് ആണ്, അതിൽ നിന്നാണ് നമുക്ക് സോഡിയം കാർബണേറ്റ് എന്നുള്ള സാധനം കിട്ടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്? സോഡിയം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ NaCl-നെയും H4NH3-നെയും നമ്മൾ മിക്സ് ചെയ്യാണ്, അതായത് ഒരുമിച്ച് പാസ് ചെയ്യാണ്. അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും H2 കൂടി ചേർന്നിട്ട് ആദ്യം ആ സോഡിയം അഥവാ അമോണിയത്തിൻ്റെ കാർബണേറ്റ് ഫോം ചെയ്യും. ആ കാർബണേറ്റ് അതിലുള്ള CO2-നും H2-നും വീണ്ടും കൂടി ചേർന്നിട്ട് സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് ആയി മാറും. ആ ബൈകാർബണേറ്റ് നമ്മൾ അതിലുള്ള NaCl-നോട് കൂടി ചേർന്നിട്ട് സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഫോം ചെയ്യും. ഏതിൽ നിന്ന്? അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റിൽ നിന്ന്. സോ മനസ്സിലാക്കി വെക്കേണ്ടത്, ഫസ്റ്റ് നമുക്ക് അമോണിയത്തിൻ്റെ കാർബണേറ്റ് കിട്ടും, അത് വീണ്ടും അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റ് ആയി മാറും. ആ അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റ് സോഡിയം ക്ലോറൈഡിനോട് കൂടി ചേർന്നിട്ട് സോഡിയത്തിൻ്റെ കാർബണേറ്റ് ആയി മാറും. ആ സോഡിയത്തിൻ്റെ കാർബണേറ്റിൽ നിന്നാണ് സോഡിയം കാർബണേറ്റ് കിട്ടുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഈ റിയാക്ഷൻ വെച്ചിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം വെച്ചിട്ട് ആലോചിക്കുക. ഇത് ഈ 3 സാധനം കൂടെ മിക്സ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡും NaCl-ഉം NH3-യും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അവർ ഒരുമിച്ച് പാസ് ചെയ്ത് വിടുകയാണ്. ഇങ്ങനെ ഒരുമിച്ച് പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫോം ചെയ്യുക അമോണിയം കാർബണേറ്റ്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ. സോ ഈ റിയാക്ഷൻ മനസ്സിലായിട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ആദ്യം ഫോം ചെയ്യാതെ അതിലുള്ള അമോണിയയും ആ CO2 H2 കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യണത്? അവിടെ അമോണിയം കാർബണേറ്റ് ഉണ്ടാവുന്നത്. സോ അമോണിയം കാർബണേറ്റ് ഉണ്ടായി. ആ ഉണ്ടായ അമോണിയം കാർബണേറ്റ് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ചെയ്തിട്ട് അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഫോം ചെയ്ത് ബൈകാർബണേറ്റ് 2 കാർബണേറ്റ്. സോ അമോണിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഉണ്ടാവും. ആ ഉണ്ടായിട്ടുള്ള അമോണിയം ബൈകാർബണേറ്റ് NaCl-നോട് കൂടി ചേരും. NaCl-നോട് കൂടി ചേർന്നിട്ട് സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഫോം ചെയ്യും. സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റ് ഫോം ചെയ്തിട്ട് ആ സോഡിയത്തിൻ്റെ ബൈകാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സോഡിയം കാർബണേറ്റ് കിട്ടും. സോ ഞാനത് മാക്സിമം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ അത് മനസ്സിലാവാമെന്ന് അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഒന്ന് ആലോചിക്കണം. ഇങ്ങനെ ഇത് മിക്സ് ചെയ്യുമെന്നും ഫസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടും, രണ്ടാമത് അതിൻ്റെ ബൈകാർബണേറ്റ് കിട്ടും, പിന്നെ സോഡിയം ബൈകാർബണേറ്റ് കിട്ടും, ശേഷം അതിൽ നിന്ന് സോഡിയം കാർബണേറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ മാക്സിമം ഒന്ന് പഠിക്കുക. ഞാൻ ഈ എക്സ്പ്ലനേഷൻ എക്സ്ബ്ലോക്ക് എലമെൻസിൽ ഇത് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പാഠം ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ പോയിട്ട് കാണണം. ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി സമയം കൊടുത്തതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ, ചാപ്റ്റർ എക്സ്പ്ലനേഷൻ വല്ല പ്രശ്നം വന്നാൽ നിങ്ങൾ ആ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ പോയി കേൾക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ സോൾവേ പ്രോസസ്സിനോട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോൾവേ പ്രോസസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. ഗിവ് റീസൺ. നമ്മളിപ്പോൾ സോഡിയം കാർബണേറ്റിനെ കുറിച്ച് പഠിച്ചു. സോഡിയം ഇപ്പോൾ ലിഥിയം കഴിഞ്ഞാൽ പിന്നെ സോഡിയം കഴിഞ്ഞാൽ പൊട്ടാസ്യമാണ്.
ഇപ്പോൾ സോഡിയം കാർബണേറ്റ് നമ്മൾ സോൾവേ പ്രോസസ്സ് യൂസ് ചെയ്യുമെങ്കിലും പൊട്ടാസ്യം കാർബണേറ്റിന് എന്ത് ചെയ്യൂല, ഈ സോൾവേ പ്രോസസ്സ് യൂസ് ചെയ്യൂല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് KCO3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഈ സോൾവേ പ്രോസസ്സ് യൂസ് ചെയ്യണില്ല? എന്താണ് റീസൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോൾവേ പ്രോസസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. K2CO3 എന്ന് പറയുന്നതാണ് പൊട്ടാസ്യം കാർബണേറ്റ് കെമിക്കൽ ഫോർമുല. അപ്പോൾ K2CO3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. കാരണം ബിക്കോസ് പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഈസ് ഹൈലി സോളിബിൾ ഇൻ വാട്ടർ. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ ഞാൻ വെള്ളത്തിൻ്റെ കേസ് പറയണില്ല, വെള്ളത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ വെള്ളം നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് ഈ കോമൺ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണില്ല, അവിടെ സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷനിൽ ഇപ്പോൾ എന്തായാലും വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഒരു NaCl സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. സോ അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും. സോ ആ ഒരു വെള്ളം അവിടെ വെള്ളത്തിൻ്റെ കണ്ടന്റ് പറയണില്ല, എന്തുകൊണ്ട് അങ്ങനെ ഡൗട്ടായി പോകരുത്. ആ ഒരു സൊല്യൂഷനിൽ ഉള്ള വെള്ളത്തിനോട് എന്ത് ചെയ്യും, അത് സോല്യൂബിൾ ആണ്, അത് ലയിച്ച് തരും. അവിടെ ഒരു പ്രസിപ്പിറ്റേഷൻ നടക്കൂല. ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് പ്രിസിപ്പിറ്റേറ്റ് ബൈ ആഡിങ് NH4HCO3. അവിടെ നമുക്കിപ്പോൾ അവിടെ ഒരു പ്രിസിപ്പിറ്റേഷൻ നടന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്നത്. സോ അവിടേക്കൊരു നമ്മൾ സോഡിയം കാർബണേറ്റ് അവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അമോണിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രിസിപ്പിറ്റേഷൻ അവിടെ നടക്കൂല. അതുകൊണ്ട് തന്നെ ഈ ഒരു KCO3 സോൾവേ പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ ഇത് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒറ്റ റീസൺ ആണ്. ഇതെന്ന് പറയും പൊട്ടാസ്യത്തിൻ്റെ ബൈകാർബണേറ്റ് സോല്യൂബിൾ ആണ്. ബൈകാർബണേറ്റ് വെള്ളത്തിനായിട്ട് ഹൈലി സോല്യൂബിൾ, അതായത് ലയിച്ച് ചേരും. അതിൽ പ്രസിപ്പിറ്റേഷൻ നടക്കില്ല. ഈ നമുക്കിപ്പോൾ ഇവിടെയുള്ള പ്രസിപ്പിറ്റേഷൻ നമ്മൾ ഏതോ ഈ കിട്ടിയ സോഡിയം കാർബണേറ്റ് നിന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതിന് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ഈ സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കുന്നത്. സോ നമുക്കങ്ങനെ ഹീറ്റ് ചെയ്യാൻ ഒരു സാധനം അവിടെ കിട്ടൂല. എന്നിട്ട് നമുക്ക് പൊട്ടാസ്യം കാർബണേറ്റ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സോൾവേ പ്രോസസ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊട്ടാസ്യം കാർബണേറ്റിന് ഉണ്ടാക്കാൻ പറ്റില്ല. സോൾവേ പ്രോസസ്സ് വഴി നമുക്ക് സോഡിയം കാർബണേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഇവിടുത്തെ റീസൺ എന്ന് പറയുന്നത് ഈ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഹൈലി സോല്യൂബിൾ വിത്ത് വാട്ടർ, അഥവാ വാട്ടറിനോട് ഹൈലി സോല്യൂബിൾ ആണ്, അത് ലയിച്ച് ചേരും. അതുകൊണ്ടാണ് സോൾവേ പ്രോസസ്സ് ഇത് യൂസ് ചെയ്യാത്തത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോഡ ആഷ് ഈസ് ഡാഷ്. ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോഡ ആഷ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ സോഡ ആഷ് എന്ന് പറഞ്ഞാൽ അൺഹൈഡ്രസ് ആയിട്ടുള്ള Na2CO3 സോഡിയം കാർബണേറ്റിനെയാണ്. നമ്മളിപ്പോൾ സോഡിയം കാർബണേറ്റിൽ Na2CO3 10H2O എന്ന് പറയുന്നതാണ് ശരിക്കും സോഡിയം കാർബണേറ്റ്. ഇത് വാഷിംഗ് സോഡ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫോർമുലയും. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ Na2CO3 10H2O ആണ്. സോ വാഷിംഗ് സോഡ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് Na2CO3 10H2O എന്ന് പറയാം. ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ അൺഹൈഡ്രസ് ആയിട്ടുള്ള Na2CO3, അഥവാ വെള്ളം അതിലില്ല, വെള്ളത്തില്ലാത്തതിനെ നമ്മൾ അൺഹൈഡ്രസ് എന്ന് പറയാം. സോ അൺഹൈഡ്രസ് ആയിട്ടുള്ള Na2CO3 നമ്മൾ സോഡ ആഷ് എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. Na2CO3 10H2O എന്താണ്, അത് വാഷിംഗ് സോഡയാണ്. അതിൻ്റെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അത് സോഡ ആഷ് ആണ്, അഥവാ സോഡേൻ്റെ ആഷ്. വെള്ളം പോയി കഴിഞ്ഞാൽ അത് ആഷായി മാറാമെന്ന് പറയൂലേ, അത്ര മാത്രമുള്ള ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ആൽക്കലി മെറ്റൽസ് വെൻ ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് അമോണിയ ഗിവ് ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ. വൈ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമോണിയനായിട്ട് ആൽക്കലി മെറ്റൽസ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡീപ്പ് സൊല്യൂഷൻ ഉണ്ടാവും. എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൽക്കലി മെറ്റൽ വെൻ ഡിസോൾവ്ഡ് ഇൻ അമോണിയ. ആൽക്കലി മെറ്റൽസ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ മെറ്റൽ അയോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് അമോണിയ. അവിടെ എന്തുണ്ട്, മെറ്റൽ അയോൺസും ഇലക്ട്രോൺസും എന്ത് ചെയ്യും, അമോണിയനായിട്ട് അസോസിയേറ്റ് ചെയ്യും. അതിലുള്ള ഇക്വേഷനൊക്കെ, ജനറൽ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഇക്വേഷൻ നിർബന്ധമൊന്നുമില്ല, ഈ കാര്യം മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അവിടെ എന്ത് ചെയ്യും, ആ ഒരു മെറ്റൽ അയോൺസും ഇലക്ട്രോൺസും എന്ത് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും, അമോണിയനായിട്ട് അസോസിയേറ്റ് ചെയ്യും. ദീസ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ അവിടെ അമോണിയനായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പേരാണ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഓർ സോൾവേറ്റഡ് ഇലക്ട്രോൺ. ദി ഡീപ്പ് കളർ സൊല്യൂഷൻ ഈസ് ഡ്യൂ ടു ദി അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അഥവാ ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ കിട്ടാനുള്ളത്. സോ നമുക്കിതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ആൽക്കലി മെറ്റൽ ലിക്വിഡ് അമോണിയനായിട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ അവിടെ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇത്ര മാത്രം എഴുതിയാൽ ഈ ആൻസർ കംപ്ലീറ്റ് ആയി. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതും എന്നുള്ളതാണ് ഞാൻ ഒരു നോട്ടായിട്ട് തന്നെ കൊടുത്തുള്ളത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽക്കലി മെറ്റൽ ഒരു ലിക്വിഡ് അമോണിയനായിട്ട് കൂടി ചെയ്യുന്ന റിയാക്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിഥിയം ഷോ അനോമലസ് പ്രോപ്പർട്ടീസ്. അതായത് നമ്മളിപ്പോൾ ആൽക്കലി മെറ്റൽസിലുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഈ പറഞ്ഞിട്ടുള്ളത്, ഇത് ബാക്കിയുള്ളതിൽ നിന്ന് അനോമലസ് പ്രോപ്പർട്ടീസ് ലിഥിയം കാണിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു സ്മോൾ സൈസ്, ബാക്കിയുള്ള ആൾക്കാരെക്കാളും ചെറിയ സൈസാണ് ലിഥിയത്തിന്. ഹൈ പോളറൈസിങ് പവർ ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഇലക്ട്രോൺ. അതെന്താണ്? ഹൈ പോളറൈസിങ് പവർ, റെഡ്യൂസിങ് ഏജന്റ് അല്ലേ. സോ അതെന്താണ്? ഹൈ പോളറൈസിങ് പവർ ആണ് ലിഥിയത്തിനുള്ളത്. അതിലെന്തില്ല? ഡി ഇലക്ട്രോൺ, ഡി ഓർബിറ്റൽസ് ഇല്ല. നമ്മൾ 1s2 2s2 3s2 നമ്മൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ നമുക്ക് മനസ്സിലായാലും ഡി ഓർബിറ്റൽ ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു ലിഥിയം എന്ന് പറഞ്ഞ ആൾ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാൻ കാരണം. സോ ലിഥിയം അനോമലസ് പ്രോപ്പർട്ടി ആരിൽ നിന്ന് കാണിക്കും? ഈ ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്ന് കാണിക്കും. എന്തൊക്കെയാണ് ലിഥിയത്തിന് അനോമലസ് പ്രോപ്പർട്ടി എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ അനോമലസ് പ്രോപ്പർട്ടീസ് ഈ സോഡിയത്തിനും പൊട്ടാസ്യം, റുബീഡിയം, സിഷ ഗ്രൂപ്പിലുള്ള ബാക്കി ആൾക്കാരിൽ നിന്നും വ്യത്യസ്ത പ്രോപ്പർട്ടി കാണിക്കുന്നതിനെയാണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുക എന്ന് പറയുക. ആ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണമാണ് അത് എന്താണ്? സ്മോൾ സൈസാണ്, ഹൈ പോളറൈസിങ് പവർ ആണ്, അതിലെന്തില്ല? ഡി ഓർബിറ്റൽസ് ഇല്ല, അല്ലെങ്കിൽ ഡി ഇലക്ട്രോൺസ് ഇല്ല. നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഇലക്ട്രോൺസ്, ഡി സബ്ഷെൽ ഷെല്ലുകൾ ഉണ്ടായേക്കാം, പക്ഷേ ഷെല്ലിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? അനോമലസ് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. റൈറ്റ് എനി ടു അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ എന്തെങ്കിലും 2 അനോമലസ് പ്രോപ്പർട്ടിയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറേ അനോമലസ് പ്രോപ്പർട്ടീസ് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിൽ ഏതെങ്കിലും ഒരു 4-5 എന്തായാലും പഠിച്ചിട്ട് പോകണം. ലിഥിയം ഫോം ഓൺലി മോണോക്സൈഡ്. ലിഥിയം എന്ത് ചെയ്യുള്ളൂ? മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ലിഥിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാസ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ദാൻ ദി അതർ ആൽക്കലി മെറ്റൽ. അതായത് ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിഥിയം എന്ന് പറയുന്നത് നല്ല ഹാർഡും ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റും കാണിക്കും. മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് ലിഥിയത്തിന്, അത് ഹാർഡും ആണ്. സോ ഈ 2 പോയിന്റ് എന്താണ്? ഇതിനുള്ള അനോമലസ് പ്രോപ്പർട്ടീസ് ആണ്. ഞാൻ കുറേ അനോമലസ് പ്രോപ്പർട്ടീസ് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് ഒരു 4-5 നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഓരോ പോയിന്റും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, ക്യുക്ക് ലൈം, സ്ലേക്ക് ലൈം, ലൈംസ്റ്റോൺ ആൻഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. അതിൽ വാഷിംഗ് സോഡൻ്റെ പ്രോപ്പർട്ടീസ് ഇത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. ഞാനത് എല്ലാതും കൂടെ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയതാണ്. വാഷിംഗ് സോഡൻ്റെ ഏതെങ്കിലും 2 യൂസസ് കൊടുക്കണം. ബേക്കിംഗ് സോഡൻ്റെ യൂസസ്, ക്യുക്ക് ലൈമിൻ്റെ യൂസസോ എല്ലാതും കൂടെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഒന്നാമത് വാഷിംഗ് സോഡ, അതിന് നമ്മൾ സോഡിയം കാർബണേറ്റ് എന്നാണ് പറയുക, Na2CO3. Na2CO3 10H2O എന്ന് പറയുന്നതാണ് അവൻ്റെ ഫുൾ നെയിം. Na2CO3 10H2O. ഇവൻ്റെ യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ സോഫ്റ്റനിങ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, നിങ്ങൾ ഓർത്ത് കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. സോഫ്റ്റനിങ്, ലോണ്ടറിങ് ആൻഡ് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവനെ വാഷിംഗ് സോഡ യൂസ് ചെയ്യും. ഇത് യൂസ്ഡ് ഫോർ ലബോറട്ടറി റിയേജൻ്റ് ആയിട്ട് വാഷിംഗ് സോഡ യൂസ് ചെയ്യും. നെക്സ്റ്റ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അതാണ് അവൻ്റെ കെമിക്കൽ നെയിം ഓർത്ത് വെക്കണം. മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ, അത് ആൻറ്റിസെപ്റ്റിക് ആണ്. സ്കിൻ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള അതാണ് ബേക്കിംഗ് സോഡ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫയർ എക്സ്റ്റിങ്ഷർ, ഇത് തീ അണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫയർ എക്സ്റ്റിങ്ഷർ ആയിട്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യും. അടുത്തതാണ് ക്യുക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് യൂസസ് ഒരുമിച്ച് നമ്മൾ പഠിച്ചു പോവാണ്. ക്യുക്ക് ലൈമിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രൈമറി മെറ്റീരിയൽ ഫോർ ദി മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ്. അഥവാ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഓക്സൈഡും പിന്നെ ക്ലേ ഉപയോഗിച്ചാണ് ചെയ്തത്. അപ്പോൾ സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം ഓക്സൈഡ് വേണം. ഇത് യൂസ്ഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ പ്യൂരിഫിക്കേഷൻ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? കാൽഷ്യം ഓക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. സ്ലേക്ക്ഡ് ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് സ്ലേക്ക്ഡ് ലൈം എന്ന് പറയാം. അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ സിമ്പിളായിട്ട് പഠിപ്പിച്ചതാണ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഈ ഒരു യൂസ് പഠിക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ വൈറ്റ് വാഷിംഗ് ഡ്യൂ ടു ഇറ്റ്സ് ഡിസിൻഫെക്റ്റ് നേച്ചർ. നമ്മൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് വാഷ് എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ്. കാൽഷ്യം അൾസോക്സൈഡ് വൈറ്റ് വാഷിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്, അഥവാ വേറൊന്നും ഇൻഫെക്ഷൻ നടത്തൂല. ആ ഡിസിൻഫെക്ഷൻ നേച്ചർ ആയതുകൊണ്ട് തന്നെ അത് വൈറ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ്ഡ് ഫോർ ഗ്ലാസ് മേക്കിംഗ്, ടാനിങ് ആൻഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗറിലും ഗ്ലാസ് മേക്കിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ലൈംസ്റ്റോൺ, കാൽഷ്യം കാർബണേറ്റ്. ലൈംസ്റ്റോൺ അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഞാൻ നിങ്ങൾക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് നെയിം പറഞ്ഞു, സ്ലേക്ക്ഡ് ലൈം എന്ന് പറഞ്ഞു. കാൽഷ്യം ഓക്സൈഡിന് ഞാൻ പറഞ്ഞു ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു, കാൽഷ്യം CO.
കാൽഷ്യം CaO കാൽഷ്യം ഓക്സൈഡ് നമ്മൾ ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു. അവിടെ കാൽഷ്യം കാർബണേറ്റിന് നമ്മൾ നെയിം പറയാറുള്ളത് ലൈം സ്റ്റോൺ എന്നാണ്. ലൈം സ്റ്റോൺ എന്നാണ് അതിൻ്റെ നെയിം. അപ്പോൾ ഈ 3 നെയിം ആ നെയിം ഓർത്ത് വെക്കുക. കാൽഷ്യം ഓക്സൈഡ് നമ്മൾ സ്ലേക്കഡ് ലൈം എന്ന് പറയും, കാൽഷ്യം ഓക്സൈഡ് ക്യുക്ക് ലൈം എന്ന് പറയും, കാൽഷ്യം കാർബണേറ്റ് നമ്മൾ പറഞ്ഞ പേര് ലൈം സ്റ്റോൺ എന്നാണ്. കോമൺ ആയിട്ട് ശരിക്കും ലൈം സ്റ്റോൺ യൂസ് ചെയ്യാറില്ല, പക്ഷെ നമുക്കത് പഠിക്കാനുണ്ട്. സോ അത് ഓർത്ത് വെക്കുക. അതിന് യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ഇൻ ദി ഫോം ഓഫ് മാർബിൾ. അഥവാ ബിൽഡിംഗ് മെറ്റീരിയൽ മാർബിളൊക്കെ ശരിക്കും കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് യൂസ്ഡ് ഫോർ ഫ്ലെക്സ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. അഥവാ ഫ്ലെക്സിൽ യൂസ് ചെയ്യുമ്പോൾ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ്, അഥവാ ഇത് ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ നടക്കും. മെറ്റൽസിന് ഉണ്ടാക്കുന്ന സമയത്ത് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ഓറിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ആ ഒരു എക്സ്ട്രാക്ട് ചെയ്യണ ആ സാധനത്തിൽ പറഞ്ഞ പേരാണ് ഫ്ലെക്സ് എന്ന് പറയാം. ഫ്ലെക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെറ്റൽസിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിൽ പറഞ്ഞ പേരാണ് ഫ്ലെക്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലക്സിൻ്റെ കേസല്ല പറയുന്നത്, ഒരു മെറ്റൽസ് ഏതെങ്കിലും മെറ്റലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്യൂരിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള സാധനത്തിന് പറഞ്ഞ പേരാണ് ഫ്ലക്സ്. ആ ഫ്ലക്സിൽ നിന്ന് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യും? കാൽഷ്യം കാർബണേറ്റിന് യൂസ് ചെയ്യും. അത് ഫ്ലക്സിൽ നിന്ന് കാൽഷ്യം മെറ്റൽസിന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതിന് CaSO4 എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. അത് പഠിക്കണം. ഇത് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഐഡൻറ്റിറ്റി, ഓർണമെൻ്റൽ വർക്ക് അഥവാ മേക്കിംഗ് സ്റ്റാച്ചു ഒക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളം ആഡ് ചെയ്താണ്ട് വോളിയം ഇൻക്രീസ് ചെയ്യും. ഈ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇത് സ്റ്റാച്ചു ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും നമ്മൾ എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. കുറേ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളുകൾ ഇവിടെ തന്നെ പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ചിലപ്പോൾ 2 മാർക്കിനോ 1 മാർക്കിനോ ആയിട്ട് തന്നെ ഓരോന്നെടുത്ത് ചോദിക്കാറുണ്ട്. 2 യൂസസ് എഴുതുക, 3 യൂസസ് എഴുതുക. അതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനുള്ള എല്ലാ യൂസസുമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ ഇതെങ്കിലും കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് മാച്ച് ദ ഫോളോയിങ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം. കാൽഷ്യം CaSO4 ഞാൻ ഇതുവരെ പറഞ്ഞാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആണെന്നുള്ളത്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്? ലൈം സ്റ്റോണിനാണ് നമ്മൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. പിന്നെ Na2CO3 എന്ന് പറയുന്നത് വാഷിംഗ് സോഡ. Na2CO3 10H2 എന്ന് പറയും, അല്ലെങ്കിൽ Na2CO3 എന്ന് മാത്രം പറയാം. എന്താണ്? വാഷിംഗ് സോഡയാണ്. പിന്നാണ് NaHCO3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയ്ക്കാണ് NaHCO3 എന്ന് പറയുന്നത്. പിന്നെ കാൽഷ്യം ഓക്സൈഡ് CaO അതെന്ന് പറഞ്ഞാൽ ക്യുക്ക് ലൈം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് സ്ലേക്കഡ് ലൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമ്മൾ മാച്ച് ചെയ്യണം. ഇത് ഈ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓരോന്നും എഴുതി വെച്ചിട്ട് പഠിച്ചിട്ട് പോകണം. എക്സാമിന് തലേദിവസം നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ. സോ ഈ ഒരു പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഏരിയയും 90% ഏരിയ കവർ ചെയ്ത് പോയിട്ടുണ്ട്. കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓരോ ടോപ്പിക്കിന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഇത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓരോന്നും പഠിക്കണം. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഈ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റുകളുണ്ടല്ലോ, ഇത് നിങ്ങൾ വേറെ പേപ്പറിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ബാക്കിയുള്ള പാഠങ്ങളിൽ നിന്ന് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കീവേഡുകൾ ബാക്കിയുള്ള ചാപ്റ്ററിൽ ഓർത്ത് വെക്കണം. കീവേഡ് പ്രത്യേകം സ്പെഷ്യലായിട്ടൊരു പേജിൽ എഴുതിയിട്ട് വേണം, പഠിച്ചിട്ട് വേണം. അത് നോക്കിയിട്ട് എക്സാമിന് തലേദിവസം നോക്കാൻ വേണ്ടി പാകത്തിൽ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആവേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മാക്സിമം എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ.